നമസ്കാരം. നമുക്കറിയാം, ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആ സിനിമയുടെ കഥയെക്കുറിച്ച് 3 പേർക്കാണ് പ്രധാനമായിട്ട് 3 പേർക്കാണ് ആ കഥയെക്കുറിച്ച് എ ടു സെഡ് അറിയാവുന്നത്. ഒന്ന് കഥ എഴുതുന്ന ആൾ, പിന്നെ പടം ഡയറക്റ്റ് ചെയ്യുന്ന ആൾ, പിന്നെ അതിൽ ആ സിനിമയിലെ പ്രധാന നടൻ, അല്ലേ? ഈ 3 പേർക്കുമാണ് സിനിമയെക്കുറിച്ചുള്ള ആ കഥയെക്കുറിച്ചുള്ള എ ടു സെഡ് ധാരണ ഉണ്ടാവുക, അല്ലേ? ഇപ്പോൾ ഈ എമ്പുരാൻ സിനിമയെ കുറിച്ചിട്ട് ഇപ്പോൾ ഈ ഇവിടെ പറയുന്ന ഇൻ്റർവ്യൂവിലൊക്കെ വന്ന് പറയുന്ന ഈ പൃഥ്വിരാജിൻ്റെയും അല്ലെങ്കിൽ ഈ മോഹൻലാലിൻ്റെയും കഥകളൊക്കെ എന്താ സംഭവം? ഒരാൾ പറയുന്നു എനിക്ക് കഥയെക്കുറിച്ച് അറിയില്ല, ഒരാൾ പറയുന്നു കഥ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അങ്ങനെയല്ലല്ലോ. നമുക്കൊരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥ എഴുതുന്ന ആൾക്കും ആ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കും അവരുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ ആ കഥയെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള 2 ആളുകളായിരിക്കും അത്. ആ കഥ എഴുതിയ ശേഷം പിന്നെ അത് ആ നടൻ ആരാണോ അഭിനയിക്കുന്ന മെയിൻ റോൾ അഭിനയിക്കുന്നത് അയാളോടും കഥ പറയും, അല്ലേ? പ്രായപൂർത്തിയാവാത്ത കുട്ടിയൊന്നും അല്ലല്ലോ അപ്പം അഭിനയിക്കുന്നത്, അല്ലല്ലോ. നമുക്കറിയാം ഇന്ത്യയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്, അല്ലേ? ഇപ്പോൾ കാശ്മീർ ഫയൽസ്, അതുപോലത്തെ ഒരുപാട് കേരള സ്റ്റോറീസ്, ഒരുപാട് പടങ്ങളൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഒരുപാടുണ്ട്. ഇത് മാത്രമല്ല, അതൊരു ഉദാഹരണം മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം തമിഴിൽ റീസെൻ്റ് ഇറങ്ങിയിട്ടൊരു സിനിമ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് ഒരു വിവാദം ഉണ്ടായിരുന്നു. അങ്ങനെ അതായത് ഈ സിനിമ എന്ന് പറഞ്ഞത് നമുക്ക് ആളോട് പറയാൻ ഉള്ള കാര്യങ്ങൾ ആ സിനിമയിൽ കൂടെ തന്നെയാണ് അധികം ആളുകളും പറയുന്നത്. ഡയറക്ടേഴ്സും ആയാലും അല്ലെങ്കിൽ കഥ എഴുതുന്ന ആളാണെങ്കിലും അഭിനയിക്കുന്ന മെയിൻ റോൾ അഭിനയിക്കുന്ന ആൾ ആണെങ്കിലും ഒക്കെ അത് വില്ലിങ് ആയിട്ടാണ് അവർ അത് ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവരിപ്പം പറയുന്നത്, പൃഥ്വിരാജ് പറയണത് എനിക്ക് അറിയില്ല, നമുക്ക് അത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല സിനിമ എടുത്തത് എന്നൊക്കെ പറയുമ്പോൾ അത് എത്രമാത്രം അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്?